പലപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ അതേപടി മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ നമുക്ക് കഴിയാറില്ല. അവർക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ശബ്ദം കുറച്ച് ഉയരാൻ തുടങ്ങും. അങ്ങനെ ശബ്ദം ഉയരുന്ന സന്ദർഭങ്ങൾ ആർക്കൊക്കെയാണ് ഉണ്ടാകാറുള്ളത്? സംസാരിക്കുമ്പോൾ ശബ്ദം ഉയരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു മാസത്തിൽ എത്ര തവണയാണ് ഇങ്ങനെ ഉണ്ടാവാറുള്ളത്? ഉച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ചിലരൊക്കെ ദിവസവും അങ്ങനെ സംസാരിക്കാറുണ്ട്. ആർക്കൊക്കെയാണ് ദിവസവും ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരാറുള്ളത്? ദിവസവും വീട്ടിൽ ഒച്ച വെച്ച് സംസാരിക്കുകയാണെങ്കിൽ വീടിൻ്റെ അന്തരീക്ഷം തന്നെ പൊല്യൂട്ടഡ് ആവും. എന്തെന്നാൽ ശബ്ദം മാത്രമല്ല വലുതാവുന്നത്, ശബ്ദത്തിനൊപ്പം വാക്കുകളും മോശമാകാറുണ്ട്. ഉച്ചത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് വീടിൻ്റെ അന്തരീക്ഷം മോശമാകാറില്ല. വളരെ ബഹുമാനത്തോടുകൂടി കുറച്ച് ഉറക്കെ സംസാരിച്ചാലും യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. എന്നാൽ ശബ്ദം ഉറക്കെയാവുകയും അതോടൊപ്പം തന്നെ വാക്കുകൾ മാറുകയും ചിന്തകൾ മാറുകയും നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന എനർജി മാറുകയുമൊക്കെ ചെയ്യുമ്പോൾ വീടിൻ്റെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത 4 ദിവസം നമുക്ക് നമ്മുടെ വോളിയം ഒന്ന് കുറച്ച് നോക്കാം. നമ്മുടെ ഒച്ച ഒന്ന് കുറയ്ക്കണം. അത്ര മാത്രമേ വേണ്ടൂ. നമ്മുടെ ശബ്ദത്തെ കുറച്ചാൽ തന്നെ നമ്മുടെ വാക്കുകളിലും വ്യത്യാസം വരാറുണ്ട്. നമ്മുടെ ശബ്ദവും നമ്മുടെ വാക്കുകളും മാറുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ സ്പീഡും മാറാറുണ്ട്. വളരെ ഫാസ്റ്റായി നമ്മൾ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ മുഴുവൻ വാക്കുകളും നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ എങ്ങനെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? പറയൂ. ഉറക്കെയുള്ള സംസാരങ്ങളും വാക്കുകളും വീടിൻ്റെ എനർജിയെ എങ്ങനെയാക്കും? ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വീട്ടിൽ പൂജകൾ, ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളുടെ പാരായണങ്ങൾ എന്നിവ വയ്ക്കുമ്പോൾ വീടിൻ്റെ എനർജി എങ്ങനെയുള്ളതായി മാറുകയാണ് ചെയ്യുക? നിങ്ങളിൽ പലരും ഇതെല്ലാം വീട്ടിൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വീടിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. വീടിൻ്റെ ശുദ്ധീകരണം ഏതെങ്കിലും ഒരു ദിവസം മാത്രം നടന്നാൽ മതിയോ? ശുദ്ധീകരണം ദിവസവും വേണ്ട ഒരു കാര്യമല്ലേ? ശുദ്ധമാക്കൽ ദിവസവും ചെയ്യണ്ടേ? നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് വളരെ കുറച്ച് ശുദ്ധീകരണവും കൂടുതൽ അശുദ്ധമാക്കലുമാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ചെറിയൊരു ഹോംവർക്ക് ചെയ്യാം. ഒരു പേനയും പേപ്പറും എടുക്കാം. വേണമെങ്കിൽ ഫോണും ഉപയോഗിക്കാം. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു മോശമായ രീതിയിലോ മോശമായിട്ടോ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവയെ ആ പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒന്ന് നോട്ട് ചെയ്യുക. 1. ആദ്യത്തെ പോയിന്റ്, ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തു എന്നതിൽ എഴുതുക. വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഇതേ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ 2 എന്നെഴുതി വീണ്ടും അത് നോട്ട് ചെയ്യുക. ഇതൊരു ചാർട്ട് എഴുതുന്നത് പോലെയാണ്. ബിസിനസ്സുകാർ ഓരോ ദിവസവും ഉണ്ടായ നഷ്ടങ്ങളും നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ നഷ്ടം, രണ്ടാമത്തെ നഷ്ടം, അങ്ങനെ അവർ നോട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളുടെ ഒരു നോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിറ്റേ ദിവസമാവുമ്പോഴേക്കും നമ്മൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറയാൻ തുടങ്ങും. ചെറുതായി ഒന്ന് അറ്റൻഷൻ വയ്ക്കുന്നതിലൂടെ തന്നെ കാര്യങ്ങൾ മാറാൻ തുടങ്ങും. എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടാകും, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്നെനിക്കറിയാം. ഈ തെറ്റ് എനിക്ക് എഴുതി വയ്ക്കുകയും വേണം. പക്ഷേ ഇത് എഴുതി വെച്ചില്ലെങ്കിൽ നഷ്ടം വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മൾ വീണ്ടും അതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കാനും തുടങ്ങും. ഇവിടെ ധാരാളം അമ്മമാരും ഇരിക്കുന്നുണ്ട്. നിങ്ങളിൽ ആരൊക്കെയാണ് വീട്ടിലെ കണക്കുകൾ പേപ്പറിൽ എഴുതി വയ്ക്കാറുള്ളത്? വീട്ടിൽ കണക്കുകൾ എഴുതുന്നത് പോലെ തന്നെ നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും കണക്കുകൾ എഴുതാൻ തുടങ്ങണം. ആദ്യം ഒരു 4 ദിവസം മാത്രം ഇതൊന്ന് ചെയ്തു നോക്കാം. വെറും 4 ദിവസത്തെ കാര്യം മാത്രമാണ്. ലെറ്റ്സ് ഡു ഇറ്റ് ഫോർ 4 days. ഒന്നുകിൽ പേപ്പർ പെൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാം. ഏതാണോ നിങ്ങൾക്ക് ഈസിയായി തോന്നുന്നത് അതിലെന്തായാലും നോട്ട് ചെയ്യണം.
നിങ്ങൾ റിയാക്ട് ചെയ്ത അപ്പോൾ തന്നെ, മോശമായ രീതിയിൽ സംസാരിച്ച ഉടനെ തന്നെ, അത് വീട്ടിലായാലും പുറമേ ആയാലും നിങ്ങൾ അതേക്കുറിച്ച് ഒരു നോട്ട് ഉണ്ടാക്കുക തന്നെ വേണം. നാളെ ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇങ്ങനെ കുറിച്ചു വയ്ക്കാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ പകുതിയിലധികം പെരുമാറ്റങ്ങളും ശരിയാകാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകും. ഇതിനായി ഇത് ശരിയായ പെരുമാറ്റ രീതിയല്ല എന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രമാണ് വേണ്ടത്. ഇതിനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ ചാർട്ട് വയ്ക്കുക എന്ന് പറയുന്നത്. പകൽ മുഴുവനും നിങ്ങൾ പല കാര്യങ്ങളുടെയും ചാർട്ട് വയ്ക്കുന്നതിനോടൊപ്പം രാത്രി അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയ ഒരു ചാർട്ട് കൂടി വെക്കേണ്ടതുണ്ട്. സ്വന്തം സംസ്കാരങ്ങളെക്കുറിച്ചുള്ള ചാർട്ടാണ് എഴുതേണ്ടത്. നിങ്ങൾ ചാർട്ട് എഴുതാൻ തുടങ്ങിയാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവനവനിൽ അതിൻ്റെ ചേഞ്ച് കാണാൻ തുടങ്ങും. നമ്മുടെ മനസ്സ് ഒരിക്കലും വൃത്തിയാക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. വീടിൻ്റെ ഒട്ടും ക്ലീൻ ആക്കി വെക്കാത്ത ഒരു കോർണർ പോലെയാണ് നമ്മുടെ മനസ്സ്. വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ നമ്മൾ തീരെ വൃത്തിയാക്കാതിരുന്നാൽ അവിടെ നിന്നും ദുർഗന്ധം വരാറുണ്ട്, അല്ലേ? എന്നാൽ എല്ലാ ദിവസവും നമ്മൾ ആ കോർണറിലേക്ക് ശ്രദ്ധ നൽകാൻ തുടങ്ങിയാൽ 8-10 ദിവസത്തിൽ തന്നെ അത് വൃത്തിയുള്ളതായി മാറും. പക്ഷേ നമ്മൾ ആ വശത്തേക്ക് തീരെ ശ്രദ്ധ കൊടുക്കുന്നതേയില്ല. ഇനി പറയൂ, നിങ്ങളിൽ ആരൊക്കെയാണ് ചാർട്ട് വയ്ക്കാൻ റെഡിയായിട്ടുള്ളത്? ഉറപ്പായും ചെയ്യണം. വെറും 4 ദിവസത്തേക്ക് മാത്രം ചെയ്താൽ മതി. 4 ദിവസത്തിന് ശേഷം നിങ്ങളിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്ന് സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഇത് വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചേഞ്ചാണ്. ഒന്നാമതായി, നമ്മൾ ഉറക്കെയുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നു. ഉറക്കെ സംസാരിക്കുമ്പോൾ അത് പലപ്പോഴും അപശബ്ദമായി മാറാറുണ്ട്. രണ്ടാമത്തേത്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളുടെ പ്രയോഗമാണ്. ശരി, നമ്മൾ ഉറക്കെ സംസാരിക്കുന്നില്ല, പക്ഷേ നമ്മുടെ ഭാഷ എങ്ങനെയുള്ളതാണ്, അതിൻ്റെ ടോൺ എങ്ങനെയുള്ളതാണ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്? വാട്ട് വേർഡ്സ് ആർ വി യൂസിങ്? എനർജി ഓഫ് വേർഡ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാക്കുകളുടെ എനർജി വളരെ പ്രധാനമാണ്. വളരെ ഉയർന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേരേണ്ടതെങ്കിൽ പിന്നെ നമ്മുടെ വാക്കുകളും എങ്ങനെയുള്ളതായിരിക്കണം? പറയൂ. അപ്പോൾ പിന്നെ നമ്മുടെ വാക്കുകൾ എങ്ങനെയായി മാറണം? നമ്മുടെ വാക്കുകൾ വളരെ ഉയർന്ന വൈബ്രേഷനിലുള്ളവയായിരിക്കണം, അല്ലേ? നമുക്ക് ഇവിടെ ഒരു ലോ ഉപയോഗിക്കാം. സങ്കല്പങ്ങളിൽ നിന്നുമാണ് സിദ്ധി ലഭിക്കുന്നത്. സങ്കൽപ് സെ സിദ്ധി. നമ്മുടെ സങ്കല്പങ്ങളാണ് യാഥാർത്ഥ്യങ്ങൾ അഥവാ റിയാലിറ്റിയായി മാറുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണോ റിയാലിറ്റിയായി കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയുള്ള വാക്കുകളും നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കാൻ തുടങ്ങണം. ഉദാഹരണത്തിന്, നമ്മൾ സന്തോഷമായി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നു മുതൽ നമ്മുടെ ഭാഷ ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ആത്മാവാണ്, ഇങ്ങനെയായി മാറണം. സന്തോഷത്തോടെ ഇരിക്കുന്നത് എനിക്ക് വളരെ ഈസിയായ കാര്യമാണ്, വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ സന്തോഷത്തോടെയല്ല ഇരിക്കുന്നത്, പക്ഷേ നമ്മൾ അങ്ങനെ പറയാൻ തുടങ്ങണം. അഥവാ 3-4 ദിവസത്തേക്ക് വേണ്ടി അവനവനോട് ഒരു നുണ പറയാൻ തുടങ്ങണം. എന്താണോ ഇല്ലാത്തത് അത് പറയണം. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പറയാൻ തുടങ്ങണം. മനസ്സിലും പറയണം, പുറമേക്കും പറയാൻ തുടങ്ങണം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ എനർജിയിൽ വ്യത്യാസമുണ്ടാകുന്നതായി കാണാൻ കഴിയും. വറിയുണ്ട്, വറീഡാണ്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ വറീഡാണ്, പക്ഷേ അത് വീണ്ടും വീണ്ടും പറയുന്നതിലൂടെ നമ്മുടെ ചിന്തകൾ കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഉദാഹരണത്തിന്, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളുണ്ട് എന്ന് കരുതുക. അതേക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നതിലൂടെ എന്താണ് സംഭവിക്കാറുള്ളത്? ചിലരോട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ അവർ നമ്മളെ പിടിച്ചിരുത്തും. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ എല്ലാ വിശേഷങ്ങളും പറയാം. അവർ അവരുടെ രോഗത്തിൻ്റെ മുഴുവൻ കഥയും നമ്മളെ കേൾപ്പിക്കാൻ തുടങ്ങും. അതുകഴിഞ്ഞ് മറ്റാരെങ്കിലും വന്നാൽ അവരോടും ഇതേ കഥ തന്നെ വീണ്ടും പറയും. അത് കഴിഞ്ഞ് അടുത്ത ആളോട് പറയും. ഇങ്ങനെ നിങ്ങൾ എത്ര തവണ സ്വന്തം അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുവോ, അസുഖത്തെക്കുറിച്ചുള്ള വാക്കുകൾ ഉച്ചരിക്കുന്നുവോ, അപ്പോൾ എങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ മുഴുവൻ ശരീരത്തിലും ഒഴുകുന്നത് എന്ന് ആലോചിച്ച് നോക്കണം.
വാക്കുകൾ, ഇതെല്ലാം വാക്കുകളാണ്. നമ്മൾ മന്ത്രങ്ങളും പ്രാർത്ഥനകളും ചൊല്ലാറുണ്ട്. ദേ ആർ ഓൾ വേർഡ്സ്. അവയെല്ലാം വാക്കുകൾ തന്നെയാണ്. എന്നാൽ ആ വാക്കുകളുടെ എനർജി എത്ര ഉയരത്തിലാണ്? വളരെ ശ്രേഷ്ഠമായ വാക്കുകളായിരിക്കും അവ. ഹൈ എനർജി. നമ്മൾ നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ചും നമ്മുടെ അസുഖങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ നമ്മുടെ വാക്കുകളുടെ എനർജി എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോഴൊക്കെ നമ്മുടെ വാക്കുകളുടെ എനർജി വളരെ ലോ ആയിരിക്കും. ലോ എനർജി. നിയമം എന്താണ്? സങ്കൽപ് സെ സിദ്ധി എന്നാണ് നിയമം. അവർ തോട്ട്സ് ക്രിയേറ്റ് അവർ റിയാലിറ്റി. നമ്മുടെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമായി മാറുന്നു എന്നതാണ് നിയമം. ഏത് സങ്കല്പത്തിനെയാണോ, ഏതു ചിന്തകളെയാണോ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, അവ ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കാൻ തുടങ്ങും. ഈ വർഷം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, എന്തു പറയുന്നു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയുക? സുഖമാണ് എന്ന് തന്നെയാണ് നമ്മൾ മറുപടി പറയുക. പക്ഷേ അത് വെറുതെ വായ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ഫീൽ ചെയ്യണം. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ എല്ലാം വളരെ വളരെ പെർഫെക്റ്റ് ആണ്. മറ്റൊരു കാര്യം പ്രത്യേകം ഓർമ്മ വേണം. അവർ നമ്മുടെ സുഖവിവരങ്ങളാണ് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് എന്തെല്ലാമാണ് എന്നല്ല അവർ ചോദിച്ചത്. സുഖമാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ നമ്മൾ വിചാരിക്കും, എൻ്റെ ജീവിതം ഇപ്പോഴുള്ള എല്ലാ പ്രോബ്ലംസിലും ഡിപ്പെൻഡഡ് ആണല്ലോ, അപ്പോൾ പിന്നെ പ്രോബ്ലംസിനെ കുറിച്ച് പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോബ്ലംസിനെ പറ്റി അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നതിലൂടെ അത് കേൾക്കുന്നവർക്കും പറയുന്ന നിങ്ങൾക്കും സന്തോഷം മാത്രം ഉണ്ടാകണം. വാക്കുകളെ ഈ രീതിയിൽ മാത്രം പ്രയോഗിക്കാൻ തുടങ്ങണം. ഇനി പറയൂ, സുഖമാണോ? നന്നായിരിക്കുന്നു. സുഖമാണ് അല്ലേ? ഇതിലും ഹൈ ആയ ഒരു മറുപടിയാണ് പറയേണ്ടത്. വളരെ വളരെ സുഖമായിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇത്രയൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, എന്നിട്ടും നിങ്ങൾ സുഖമായിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടിക്ക് പരീക്ഷയ്ക്ക് വളരെ കുറഞ്ഞ മാർക്കാണ് കിട്ടിയത്, എന്നിട്ടും നിങ്ങൾ വളരെ സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്? അതെ, എനിക്ക് വളരെ സന്തോഷമാണ്. അവന് പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കും എൻ്റെ സന്തോഷവും തമ്മിൽ എന്താണ് കണക്ഷൻ? അവർ വീണ്ടും ചോദിക്കും, അങ്ങനെയാണോ? പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കും നിങ്ങളുടെ സന്തോഷവും തമ്മിൽ ഒരു കണക്ഷനുമില്ലേ? അപ്പോൾ പറയൂ, ഇല്ല, പരീക്ഷയ്ക്ക് മാർക്കിനോട് മാത്രമാണ് കണക്ഷനുള്ളത്, അല്ലാതെ എൻ്റെ സന്തോഷത്തോടല്ല. ഇങ്ങനെ കാര്യങ്ങളെ ഡിസ്കണക്ട് ചെയ്യാൻ തുടങ്ങണം. നമ്മൾ എല്ലാ കാര്യങ്ങളെയും പരസ്പരം കണക്ട് ചെയ്ത് അവയെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് കാരണക്കാരാക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയുടെ ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയുടെ ഉത്തരവാദിത്വം ആർക്ക് മാത്രമാണുള്ളത്? നമ്മുടെ നേർക്ക് ചൂണ്ടിക്കാണിച്ച് തന്നെ മറുപടി പറയണം. കാരണം ഇതുവരെയും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് കാരണക്കാരായി ആരുടെയെല്ലാം നേർക്കാണ് നിങ്ങൾ വിരൽ ചൂണ്ടിയിരുന്നത്? നിങ്ങൾ കാരണം ഞാൻ വിഷമിക്കുന്നു, നിങ്ങൾ കാരണം എനിക്ക് ദേഷ്യം വന്നു, പരീക്ഷയെക്കുറിച്ച് എനിക്ക് ചിന്തയുണ്ടാവാതിരിക്കുമോ? പരീക്ഷ നിനക്കാണ്, പക്ഷേ ചിന്ത എനിക്കാണ്. കാരണം എന്താണ്? നിന്റെ പരീക്ഷയാണ് കാരണം. എൻ്റെ മനസ്സിൻ്റെ അവസ്ഥയുടെ, എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? എനിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുഴുവൻ ദിവസവും സന്തോഷമായിരിക്കാൻ കഴിയുമോ? സന്തോഷമായിരിക്കുക എന്നാൽ ഓടിച്ചാടി നടക്കുക എന്നല്ല അർത്ഥം. നമ്മൾ സന്തോഷത്തെക്കുറിച്ച് വളരെ വ്യത്യാസമായ ഒരു ചിത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സൂപ്പർ എക്സൈറ്റഡ് ആയ പിക്ചറാണ് സന്തോഷത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ളത്. സന്തോഷം എന്നാൽ മനസ്സിൻ്റെ സ്ഥിതി ഏകരസത്തിൽ ഇരിക്കുക, ഉറച്ചതും ശരിയായ ചിന്തകളോടെയും ഇരിക്കുക എന്നാണ് അർത്ഥം. ശരിയായ ചിന്തകൾ, പുറമേ എന്തെങ്കിലും ശരിയല്ലാത്ത കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ പോലും നമ്മൾ ശരിയായി മാത്രം ചിന്തിക്കുന്നു. ശരിയല്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ പോലും നമ്മൾ ശരിയായി മാത്രം ചിന്തിക്കുന്നു. ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമോ? പുറമേ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും, പക്ഷേ നമുക്ക് ആന്തരികമായി ശാന്തമായി ഇരിക്കാൻ കഴിയുമോ? ഇനി പറയൂ, നിങ്ങളിൽ ആരുടെയൊക്കെ ജീവിതത്തിലാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളത്? എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടോ? സത്യത്തിൽ പുറമേ പ്രോബ്ലംസ് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് പ്രോബ്ലംസ് വല്ലാതെ ഫീൽ ആവുന്നത് എന്തുകൊണ്ടാണ്?
ചെറിയ കാര്യമായിരിക്കും, പക്ഷേ നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എനർജി വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ പ്രോബ്ലത്തിൻ്റെ സൈസ് വളരെ വലുതായി മാറാൻ തുടങ്ങുന്നു. നമുക്ക് ഒരു കാര്യം മാത്രം മനസ്സിൽ ഫിക്സ് ചെയ്യണം. പ്രോബ്ലം എവിടെയാണ് നിൽക്കുന്നത്? പ്രോബ്ലം പുറമെയാണ്. പുറമേ എന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്ത കസേരയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രോബ്ലം ഇരിക്കുന്നുണ്ടാവും. ആരാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രോബ്ലം എന്നർത്ഥം. ദാറ്റ്സ് ഓക്കെ. എന്നാലും ആ പ്രോബ്ലം എൻ്റെ തൊട്ടടുത്ത കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രോബ്ലം എൻ്റെ ശരീരത്തിൻ്റെ രോഗങ്ങളാകാം. എന്നാലും ആ രോഗം എൻ്റെ ശരീരത്തിലാണ്, എൻ്റെ ഉള്ളിലല്ല. അസുഖം ശരീരത്തിലാണ്, എൻ്റെ മനസ്സിലല്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോബ്ലങ്ങളും പുറമേ മാത്രമുള്ളവയാണ്. അതൊന്നും എൻ്റെ മനസ്സിനകത്തുള്ളതല്ല. സോ എനി പ്രോബ്ലം ഈസ് ഓൾവേസ് ഔട്ട്സൈഡ് മീ. പ്രോബ്ലം എന്ത് തന്നെയാണെങ്കിലും അത് പുറമെയാണ്, എൻ്റെ മനസ്സിനകത്തല്ല. ദ പ്രോബ്ലം ഈസ് ഔട്ട്സൈഡ്. എന്നാൽ എൻ്റെ ചിന്തകൾ എവിടെയാണ്? എൻ്റെ ചിന്തകളെല്ലാം എൻ്റെ മനസ്സിനകത്താണ്. വളരെ ചെറിയൊരു പ്രാക്ടീസ് മാത്രം ചെയ്തു തുടങ്ങാം. പ്രോബ്ലം പുറമെയാണ്, എൻ്റെ ചിന്തകൾ എൻ്റെ ചോയ്സാണ്. എനിക്ക് വലിയതിലും വലിയ പ്രോബ്ലം വന്നാൽ പോലും നല്ലത് മാത്രം ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ വളരെ വലിയ പ്രോബ്ലം പോലും എന്തായി മാറും? ആ വലിയ പ്രോബ്ലം വളരെ ചെറുതായി മാറാൻ തുടങ്ങും. ഇറ്റ് സ്റ്റാർട്ട്സ് ബിക്കമിങ് സ്മോൾ. ഞാൻ വളരെ ചെറിയൊരു പ്രോബ്ലത്തെ പോലും തെറ്റായി ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ ചെറിയ കാര്യം എന്തായി മാറുകയാണ് ചെയ്യുക? ഇറ്റ് ബിക്കംസ് ബിഗർ. പ്രോബ്ലം വലുതാണോ ചെറുതാണോ എന്നതിൻ്റെ സൈസ് എവിടെയാണ് ഉണ്ടാകുന്നത്? ഞാൻ ചിന്തിക്കുന്ന രീതികളിലാണ് പ്രോബ്ലം വലുതും ചെറുതുമായ സൈസിലേക്ക് എത്തുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഉള്ളത് എന്നൊന്ന് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ആ പ്രോബ്ലംസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റിയെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ചിന്തകളെ ചേഞ്ച് ചെയ്യുക. ഇന്ന് നമുക്ക് ഒരു കാര്യത്തെ ഫിക്സ് ചെയ്യണം. പ്രോബ്ലംസ് ഡു നോട്ട് ക്രിയേറ്റ് മൈ തോട്ട്സ്. പ്രോബ്ലംസ് അല്ല എൻ്റെ ചിന്തകളെ ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ ചിന്തകളെ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ശരി, നമുക്ക് നമ്മുടെ കൈകൾ ഒന്ന് നീട്ടിപ്പിടിക്കാം. ലെഫ്റ്റ് ഹാൻഡിൽ നമ്മുടെ പ്രോബ്ലംസിനെ വയ്ക്കാം. അത് ഏത് പ്രോബ്ലം വേണമെങ്കിലും ആകാം. ശരീരത്തിലെ രോഗമാകാം, ബന്ധങ്ങളിലെ പ്രശ്നമാകാം, കുട്ടികൾ ശരിക്ക് പഠിക്കുന്നില്ല അതാവാം, വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുടെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതാവാം, ജോലി വളരെ ബുദ്ധിമുട്ടായി മാറുന്നു. അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ആവാം. പക്ഷേ അത് പുറമേ മാത്രമുള്ള കാര്യമാണ്. ഇനി നിങ്ങളുടെ വലത്തെ കൈയിൽ നിങ്ങളുടെ ചിന്തകളെ അഥവാ നിങ്ങളുടെ മനസ്സിനെ വയ്ക്കുക. ഇത് രണ്ടും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അല്ലേ? നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഈ രണ്ട് കാര്യങ്ങളെയും ഒന്നിച്ചു ചേർത്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഞാൻ വളരെയധികം വറീഡാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അവർ അങ്ങനെ ചെയ്താൽ ദേഷ്യം വരാതിരിക്കുമോ? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ പ്രോബ്ലംസിനെയും മനസ്സിനെയും ഒന്നിച്ചു ചേർത്തു. ഇനി നമുക്ക് ഇവയെ ഒന്ന് അകറ്റി നിർത്താം. പ്രോബ്ലം ഉണ്ട്, അത് എല്ലാവർക്കും അറിയാം. പ്രോബ്ലം ഉണ്ട്. എന്നാൽ എൻ്റെ ചിന്ത ആരുടെ ചോയ്സാണ്? ചിന്തിക്കാനുള്ള ശക്തി ആരുടേതാണ്? എൻ്റേതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കൂടി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം. ഞാൻ എൻ്റെ ചിന്തകളെ എത്രത്തോളം മുകളിലേക്ക് ഉയർത്തുന്നുവോ അത്രത്തോളം ഈ പ്രോബ്ലംസിൻ്റെ ശക്തി കുറയാൻ തുടങ്ങും. പ്രോബ്ലം താഴേക്ക് വരാൻ തുടങ്ങും. ഇസ് ഇറ്റ് ട്രൂ ഓർ നോട്ട്? ഏതെങ്കിലും ഒരു പ്രോബ്ലം മുന്നിൽ വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം ആ പ്രോബ്ലത്തിനെക്കുറിച്ച് വളരെ ലൈറ്റായ ഒരു വാക്കാണ് പറയേണ്ടത്. വളരെ ലൈറ്റായ വാക്കുകൾ ഉപയോഗിക്കണം. വളരെ ഭാരിച്ച വാക്കുകൾ ഉപയോഗിച്ച് ആ പ്രോബ്ലത്തെക്കുറിച്ച് സംസാരിക്കരുത്. ഇനി പറയൂ, പ്രോബ്ലം എത്ര വലുതാണ്? നിങ്ങളുടെ പ്രോബ്ലത്തിന് ഒരു സൈസ് നൽകണം. എത്ര വലിയ പ്രോബ്ലമാണ്? അതെ, പ്രോബ്ലമേ ഇല്ല. ചില കാര്യങ്ങൾ ഉണ്ടായി, അത്രമാത്രം.
ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. അത് വളരെ സാധാരണമാണ്. ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ ഇതും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. ഓർമ്മ വയ്ക്കണം, നമ്മുടെ മനസ്സിൽ മന്ത്രങ്ങൾ പോലെയാണ് നമ്മൾ കാര്യങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കാറുള്ളത്. ഇത്ര വലിയ പ്രോബ്ലമാണ് വന്നത്, വളരെ വലിയ പ്രോബ്ലമാണ്, ഇനി എന്താവും, ഇനി എൻ്റെ ജോലി കാര്യം എന്താകും, ഇങ്ങനെ നമ്മൾ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സാകുന്ന ബാറ്ററി ഡൗൺ ആവുകയും പ്രോബ്ലം വളരെ വലുതായി അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. പരമാത്മാവ് വളരെ പവർഫുള്ളായ ഒരു മഹാവാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും, എന്ത് തന്നെ വന്നാലും, അത് എത്ര വലുത് തന്നെ ആയാലും, അതേക്കുറിച്ചുള്ള ആദ്യത്തെ ചിന്തയിൽ തന്നെ ഈ കാര്യം എൻ്റെ മംഗളത്തിനു വേണ്ടി ഉണ്ടായതാണ് എന്ന് മനസ്സിൽ പറയണം. ഇക്കാര്യം എൻ്റെ മംഗളത്തിനു വേണ്ടി വന്നതാണ്. നാളെ അഥവാ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നു എന്നറിയുകയാണെങ്കിലും ഇതെൻ്റെ മംഗളത്തിനു വേണ്ടി വന്നതാണ് എന്ന് തന്നെ പറയണം. കാരണം ഇപ്പോൾ ഈ വന്ന അസുഖം ഇനി എൻ്റെ ലൈഫ് സ്റ്റൈലിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഒരു അസുഖം വന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പഴയ തെറ്റായ ലൈഫ് സ്റ്റൈലിൽ തന്നെ എൻ്റെ ജീവിതം തുടർന്നേനെ. നമ്മുടെ മുന്നിൽ ഒരു സിറ്റുവേഷൻ വന്നു, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുമുണ്ട്. എന്നാൽ ഈ കാര്യം എൻ്റെ മംഗളത്തിന് വേണ്ടി സംഭവിച്ചതാണ് എന്ന് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ മനസ്സിൻ്റെ സ്ഥിതി എവിടേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് നോക്കണം. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി ഉയരാൻ തുടങ്ങുന്നു. ശരി, ജീവിതത്തിൽ ചില അനുഭവങ്ങൾ വന്നിട്ട് കുറച്ചുകാലം കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലതിന് വേണ്ടി സംഭവിച്ചതാണ് എന്ന് തോന്നിയ വല്ല എക്സ്പീരിയൻസസും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് നമുക്ക് അത് നല്ലതാണ് എന്ന് തോന്നിയില്ല. പക്ഷേ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചത് നല്ലതിനാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തൂ. ആ സംഭവം നടന്നപ്പോൾ നമുക്കത് ഒട്ടും നല്ലതായി തോന്നിയില്ല. പിന്നീടാണ് അങ്ങനെ തോന്നിയത്. അന്ന് അത് നടന്നത് നന്നായി, അതുകൊണ്ട് ഈ കാര്യം ശരിയായി, ആ കാര്യം ശരിയായി എന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാകുന്നു. ആ സംഭവം നടന്നപ്പോൾ നമ്മളത് മംഗളകാരിയാണ് എന്ന് പറഞ്ഞതേയില്ല. കുറച്ചു സമയം കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാകും. പക്ഷേ ആദ്യം നമ്മൾ അതിനെ നന്നായി ഡൗൺ ആക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തു പറ്റി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് നമ്മൾ ആത്മാവിൻ്റെ ശക്തിയെ ഡൗൺ ആക്കി. വളരെ ചെറിയ ഒരു ഉദാഹരണം തന്നെ എടുക്കാം. ഒരു കുട്ടിക്ക് ഒരു പ്രത്യേക പ്രൊഫഷൻ എടുക്കണമെന്നാണ് ആഗ്രഹമുണ്ടായിരുന്നത്. പക്ഷേ അവന് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല. എല്ലാവരും എന്താണ് പറയുക? അവിടെ കിട്ടിയില്ലേ, ഇനി എന്തു ചെയ്യും? ഇനി വേറെ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കണ്ടേ? ഇനി എന്തു ചെയ്യും? ഇനി അവിടെ പോകണ്ടേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ 3, 4, 10 വർഷം വരെ ഇനി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു 15 വർഷത്തിന് ശേഷം ആ കുട്ടി വളരെ വലിയ നിലയിൽ എത്തിക്കഴിയും. അപ്പോൾ എല്ലാവരും പറയും, നന്നായി, അന്ന് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടാഞ്ഞത് വളരെ നന്നായി. അന്ന് അവിടെ അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ അവൻ ഇന്ന് ഈ നിലയിൽ എത്തുമായിരുന്നു. പക്ഷെ 15 കൊല്ലം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ശരിയായില്ല, അവിടെ അഡ്മിഷൻ കിട്ടിയില്ല, ശരിയായതേ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മുടെയും ആ കുട്ടിയുടെയും വീടിൻ്റെയും മുഴുവൻ എനർജിയെ ആകെ പൊല്യൂട്ടഡാക്കി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരൊറ്റ സെക്കൻഡിൽ തന്നെ പറയണം, എന്താണോ സംഭവിച്ചത് അത് നമുക്ക് വളരെ മംഗളകരമായ കാര്യമാണ്. വാട്ട് എവർ ഹാപ്പൻഡ് വാസ് വെരി വെരി ഗുഡ് ഫോർ അസ്. നല്ലതിലും നല്ലതല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ഇല്ല. ക്രിയേറ്റ് യുവർ തോട്ട്സ്, ക്രിയേറ്റ് യുവർ മന്ത്ര. ഏത് മന്ത്രമാണോ സദാ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് യാഥാർത്ഥ്യമായി മാറും. ഇറ്റ് വിൽ കീപ് മാനിഫെസ്റ്റിംഗ്. വളരെ വളരെ നല്ലതായ കാര്യങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെ പറയണം. ഇതൊരു ഫീലിംഗ് ആണ്. ആദ്യമൊന്നും ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ നമ്മൾ നമ്മളോട് തന്നെ നുണ പറയുകയാണ് എന്നേ തോന്നുകയുള്ളൂ. പക്ഷേ 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 10 പ്രാവശ്യം
അങ്ങനെ എല്ലാ ദിവസവും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര തവണ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അത്രയും തവണ അത് ഫീൽ ചെയ്യാനും തുടങ്ങും. അതിലൊരു ഫീലിംഗ് വരാൻ തുടങ്ങും. പതുക്കെ പതുക്കെ ആ ഫീലിംഗ് വർദ്ധിച്ചു വരാനും തുടങ്ങും. അതിലും പ്രധാനമായി നമുക്ക് അത് യാഥാർത്ഥ്യമാണെന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. സത്യത്തിൽ ആ ഒരു കാര്യം എൻ്റെ നന്മയ്ക്ക് വേണ്ടി വന്നതാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവമാകാൻ തുടങ്ങും. ഇങ്ങനെ 1-2 പ്രാവശ്യം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അതിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങും. ഒപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാനും തുടങ്ങും. ഈ ഒരു കാര്യം വന്നത് തന്നെ നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. ദിസ് ഈസ് കോൾഡ് എ ബ്ലെസ്സിങ്. ഇതിനെയാണ് വരദാനം, അനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പറയുന്നതിലൂടെ നമ്മൾ ആ സാഹചര്യത്തിന് അനുഗ്രഹം നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ സാഹചര്യത്തെ ബ്ലെസ് ചെയ്യുന്നു. ഇനി വളരെ വളരെ മോശമായ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണ് എന്ന് കരുതുക. 1% പോലും നന്മ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാലും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. നിങ്ങളുടെ മനസ്സ് സ്റ്റേബിളായി ഇരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് കാര്യത്തെ വേണമെങ്കിലും ശരിയാക്കാൻ സാധിക്കും. സാഹചര്യം ശരിയല്ല, മനസ്സും ഡൗൺ ആണെങ്കിൽ പിന്നെ എല്ലാം നമ്മുടെ കൺട്രോളിൽ നിന്നും വിട്ടുപോകും. നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിലും മനസ്സ് വളരെ ശക്തിശാലിയാണെങ്കിൽ മനസ്സിന് ശരീരത്തിൻ്റെ മേൽ തൻ്റെ പ്രഭാവം ചെലുത്താൻ കഴിയും. എന്നാൽ ഇതിനു പകരം ശരീരത്തിന് ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും മനസ്സ് തളരുകയും അസ്വസ്ഥമാകുകയും ചെയ്താൽ ശരീരത്തിൻ്റെ അസുഖവും വേദനകളും പൂർവാധികം വർദ്ധിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തം മനസ്സിനെ കാര്യമായി ശ്രദ്ധിക്കുക തന്നെ വേണം എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തം മനസ്സിനെ ശ്രദ്ധിച്ചാൽ നമ്മുടെ മനസ്സ് മറ്റെല്ലാ കാര്യങ്ങളെയും വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ തുടങ്ങും. എന്തെന്നാൽ നമ്മുടെ സങ്കല്പങ്ങളാണ് നമ്മുടെ ലോകം സൃഷ്ടിക്കുന്നത്. തോട്ട്സ് ക്രിയേറ്റ് അവർ വേൾഡ്. ഇനി പറയൂ, നമ്മുടെ മുന്നിലുള്ള ഓരോ കാര്യങ്ങളും എന്തിനു വേണ്ടി വന്നതാണ്? സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തിനാണ്? നല്ലതിനാണ്. ഇതൊരു മന്ത്രമാണ്. മന്ത്രം പോലെ ഇത് സദാസമയവും പറയണം. എവ്രിതിങ് ഹാപ്പൻഡ് ഫോർ മൈ ബെനിഫിറ്റ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. ഇതെല്ലാം വീട്ടിൽ എഴുതി വയ്ക്കണം. ഒപ്പം ഓരോ കർമ്മങ്ങളും ശരിയായ രീതിയിൽ മാത്രം ചെയ്യുകയും വേണം. അശ്രദ്ധയോടെയും അലസതയോടെയും ഒരു കർമ്മവും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം.